Hi dear students. Hi dear students. ഓക്കെ, എല്ലാവരും ഓണം എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ് അല്ലേ? അപ്പോൾ നമ്മളിന്ന് നമ്മുടെ AI സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിലെ +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ട്രിഗണോമെട്രിയിലെ എല്ലാവിധ ബേസിക് കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ഇക്വേഷൻസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഈ പ്രോബ്ലംസ് നിങ്ങളുടെ ഫൈനൽ എക്സാം വരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമാണ് ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങളെല്ലാവരും ഓൾറെഡി ട്രിഗണോമെട്രി നന്നായി പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് വേണ്ട ചില ഇക്വേഷൻസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകളും ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം എല്ലാവരും റെഡി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. +1 നമ്മുടെ ചാപ്റ്റർ 3 ഇതേ വരുന്നു. ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് അല്ലേ? നമ്മൾ ട്രിഗണോമെട്രി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്? സൈന്, കോസ്, ടാന് അല്ലേ? സൈനും കോസും ടാനൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇതുപോലുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിൽ നിന്നാണ് ഈ സൈനും കോസും ടാനൊക്കെ വരുന്നത് അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, +1 പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ടോപ്പിക്കാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ അതിലുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും കുറച്ച് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസും നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു ആംഗിൾ എന്ന് ആദ്യം പഠിക്കണം. കാരണം ഈ സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ അല്ലേ? മെഷർ ഓഫ് റൊട്ടേഷൻ എന്ന് ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾ ആംഗിൾ കണ്ടിട്ടുള്ളത് എവിടെയാണ്? രണ്ട് ലൈനുകൾക്കിടയിൽ ഇങ്ങനെ വരുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആംഗിൾ തീറ്റ എന്നോ എക്സ് എന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞ് ശീലിച്ച് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡെഫിനിഷൻ ഒന്ന് മാറ്റിയാണ്. ഇപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു ആക്സിസ് ഈ ഒരു ലൈന് ഞാൻ ഇവിടെയാണ് വെച്ച് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഞാനിത് ഈ ലൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം ആംഗിൾ ക്രിയേറ്റ് ആവുന്നില്ലേ? ഞാൻ ഇതുവരെ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആംഗിൾ ക്രിയേറ്റ് ആവും അല്ലേ? ഞാൻ ഇവിടെ നിന്ന് റൊട്ടേഷൻ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുവരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പം നമ്മൾ ഒരു ലൈനിൻ്റെ റൊട്ടേഷനിൻ്റെ മെഷറാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ഒരു ആംഗിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയോ മക്കളെ? അപ്പം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പം ഒരു ഇനീഷ്യൽ ലൈന് വേണം. ഇനീഷ്യൽ ലൈനിൽ നിന്നാണ് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഫൈനൽ റൊട്ടേഷൻ റൊട്ടേഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടാകും. അതിന് നമ്മൾ ഫൈനൽ ആക്സിസ് അല്ലെങ്കിൽ ഫൈനൽ ലൈൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അപ്പം അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ സൈഡ് എന്ന് പറയാം. അപ്പോൾ ഒരു ഇനീഷ്യൽ സൈഡ് ഉണ്ടാകും. അതിൽ നിന്നാണ് നമ്മൾ ഫൈനൽ സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്തെത്തുന്നത്. ആ റൊട്ടേഷൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഇത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പം ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് റൊട്ടേഷൻ ആണ്. ഓക്കെ, നമുക്ക് എത്ര തരം ആംഗിൾ ഉണ്ട്? യെസ്, പ്രധാനമായിട്ടും 2 തരം ആംഗിൾ ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ആംഗിൾ ആണ്, അടുത്തത് ഞാൻ പറയും നെഗറ്റീവ് ആംഗിൾ. അപ്പോൾ ആദ്യം പോസിറ്റീവ് ആംഗിൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ലൈനിൽ നിന്നും ഫൈനൽ ലൈനിലോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ലെവലിലുള്ള റൊട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയുക. ഓക്കെ, പോസിറ്റീവ് ആംഗിൾ. അപ്പം ആംഗിള് പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് അഥവാ നമ്മുടെ ക്ലോക്കിൻ്റെ സൂചികൾ തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിനെയാണ് പോസിറ്റീവ് ആംഗിൾസ് എന്ന് പറയുക. ഓക്കെ, പോസിറ്റീവ് ആംഗിൾ കഴിഞ്ഞാൽ അപ്പോൾ നെഗറ്റീവ് ആംഗിൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അഥവാ ഇനീഷ്യൽ സൈഡിൽ നിന്നും താഴോട്ട് മെഷർ ചെയ്യുന്നതാണ് എന്ത്, നെഗറ്റീവ് ആംഗിൾ. അഥവാ ഒരു ഇനീഷ്യൽ സൈഡ് ഉണ്ടാകും. ഇനീഷ്യൽ സൈഡിൽ നിന്നും താഴോട്ട് മെഷർ ചെയ്യുന്നു ടെർമിനൽ സൈഡ് വരെ. അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നതാണ് എന്ത്, നമ്മൾ നെഗറ്റീവ് ആംഗിളായിട്ട് കണക്കാക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തതാണ്, ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് ഈ പോസിറ്റീവ് ആംഗിളും നെഗറ്റീവ് ആംഗിളും റൊട്ടേഷനിൽ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഒരു റൊട്ടേഷൻ നിങ്ങളെ കാണിക്കുകയാണ്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, നോക്കിക്കോളൂ കേട്ടോ.
യെസ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഒരു ഇനീഷ്യൽ സൈഡും ടെർമിനൽ സൈഡും ഒക്കെ ഉള്ള ഒരു ഡയഗ്രാം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഞാനിതിൽ ഈ ബ്ലൂ ലൈനിൽ കാണുന്നതാണ് എന്ത്, ഓക്കെ, ഇവിടെ ഒരു ബ്ലൂ ലൈന് കാണുന്നുണ്ട്, ഒരു ബ്ലൂ ലൈന് കാണുന്നുണ്ട്, അതാണ് ഇനീഷ്യൽ ലൈന്. അതുപോലെ തന്നെ വൈറ്റ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ടെർമിനൽ കേട്ടോ. അപ്പം ടെർമിനൽ കണ്ടോ, ഇതാണ് നമ്മൾ ഡയറക്ഷൻ എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ റൊട്ടേഷൻ നോക്കിക്കോളൂ. ഇതാണ് നെക്സ്റ്റ് അടുത്തായിട്ട് വരുന്നതാണ് എന്ത്, ഇതാണ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. റൈറ്റ് സൈഡിൽ ഇതാ ഇവിടെ കാണുന്നതാണ് എന്ത്, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇവിടെ കാണുന്നതാണ് എന്ത്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഓക്കെ മക്കളെ, ക്ലിയർ അല്ലേടാ? അപ്പോൾ നോക്കിയേ, ഈ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് എന്ത്, പോസിറ്റീവ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നെഗറ്റീവ്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. നോക്കിയേ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അവസാനം കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു സർക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ ഒരു സർക്കിളും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പൂർത്തിയായിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഈ രീതിയിൽ വരുന്ന ആംഗിളാണ് എന്ത്, പോസിറ്റീവ് ആംഗിൾ. താഴോട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെഗറ്റീവ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ആംഗിൾ മെഷർ ചെയ്യാൻ നിങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഡിഗ്രി മെഷർമെൻ്റ് ആണ്. നിങ്ങൾ 360 ഡിഗ്രി, 50 ഡിഗ്രി, 75 ഡിഗ്രി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഡിഗ്രി മെഷർമെൻറ്റിലുള്ള ചില ആംഗിളുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്. നോക്കൂ, 360 ഡിഗ്രി എന്ന് പറയുമ്പം ഒരു കംപ്ലീറ്റ് റൊട്ടേഷനാണ്. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതാണ് 180 ഡിഗ്രി. ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ 180 ഡിഗ്രി. ദെൻ നമുക്ക് 270 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുന്നു. ക്ലിയർ ആയല്ലോ? നെഗറ്റീവ് നോക്കാം നമുക്ക്. നെഗറ്റീവ് ഇതാ നെഗറ്റീവിലോട്ട് പോകുമ്പോൾ ഇവിടെ നിന്നും താഴോട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് ആംഗിൾ, -30. ഓക്കെ, നോക്കൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. പിന്നീട് ഒരു 60 ഡിഗ്രി കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 420 ഡിഗ്രി കിട്ടും. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത 360 ശേഷമുള്ള ആംഗിളുകൾ രൂപപ്പെടുന്നത്. അത് തിരിച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, -420 ഡിഗ്രി വരുന്നത്. അപ്പം എക്സാമിന് നമുക്ക് പ്രധാനമായിട്ടും ഈ ഡിഗ്രി മെഷറിനെ നമ്മൾ പുതിയൊരു മെഷർമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് യൂണിറ്റ്സ് ഓഫ് ആംഗിൾ പ്രധാനമായിട്ടും ഉള്ളത് ഡിഗ്രി മെഷർമെൻറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഡിഗ്രിയിൽ പറയും, 10ാം ക്ലാസ് വരെ ഡിഗ്രിയിലാണ് പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ റേഡിയൻ മെഷർമെൻറ്റിലോട്ടാണ് കടക്കുന്നത്. അപ്പോൾ ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറായിട്ട് കൺവേർട്ട് ചെയ്യണം, തിരിച്ച് റേഡിയൻ മെഷർ ഡിഗ്രി മെഷറായിട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം റേഡിയൻ എന്താണ് എന്നുള്ള ഒരു ഐഡിയ തരാം. ശ്രദ്ധിച്ചോളാം, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സർക്കിൾ കണ്ടോ, ഈ സർക്കിളിൻ്റെ ഒരു റേഡിയസ് ആണ് ഞാൻ ഇനീഷ്യൽ സൈഡായിട്ട് എടുത്തത്. ആ റേഡിയസ് 1 യൂണിറ്റ് ആണ്. അതിൻ്റെ ടെർമിനൽ സൈഡാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിങ്ക് ലൈനായിട്ട് വരുന്നത്. ടെർമിനൽ സൈഡിലോട്ട് നമ്മൾ പോസിറ്റീവായിട്ടൊരു ആംഗിൾ ഉണ്ടെങ്കിൽ ഈ ആംഗിൾ തീറ്റയെ തീറ്റ റേഡിയൻ എന്നാണ് പറയുക. ഡിഗ്രിക്ക് പകരം തീറ്റ റേഡിയൻ ആണ്. അപ്പം ഈ തീറ്റ റേഡിയൻ എന്നാൽ എന്താണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അങ്ങനെയെങ്കിൽ ഈ എ മുതൽ ബി വരെ പോകുന്ന ആർക്കിൻ്റെ ലെങ്ത് ആയിരിക്കും നമ്മൾ തീറ്റ റേഡിയൻ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പം ഈ ആർക്ക് ലെങ്ത് ആണ് എന്തായിട്ട് കണക്കാക്കുക, ആർക്ക് ലെങ്ത് എ ബി ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, തീറ്റ മെഷർമെൻ്റ് ആയിട്ട് തീറ്റ റേഡിയൻ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസിലോട്ടൊന്ന് പോയി നോക്കാം. ക്ലോക്ക് വൈസിലോട്ടൊന്ന് പോയി നോക്കാം. ഇത് ഇനീഷ്യൽ സൈഡ് താഴോട്ട് മെഷർ ചെയ്തു. ഇവിടെ നിന്നും താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ കിട്ടുന്നതാണ് എന്ത്, ഇവിടെയും ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ട്. ഈ തീറ്റ റേഡിയൻ ആയിട്ട് കണക്കാക്കണമെങ്കിൽ ആ റേഡിയൻ എന്തിന് ഈക്വലാണ്, നമ്മൾ എ മുതൽ ബി വരെയുള്ള ആർക്കിൻ്റെ ലെങ്ത് ആണ്. സോ താഴോട്ടായതുകൊണ്ട് അതിന് എന്തുണ്ടാകും, ഒരു നെഗറ്റീവ് ഉണ്ടാകും. സോ ഇവിടെ രൂപപ്പെടുന്ന എന്താണ്, നെഗറ്റീവ് തീറ്റ റേഡിയൻ ആണ് ഇവിടുത്തെ മെഷർമെൻറ്റ്. അപ്പം ഈ തീറ്റ എന്ന് പറയുന്ന വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും, എ മുതൽ ബി വരെയുള്ള ഈ ആർക്ക് കണ്ടോ മക്കളെ, ഈ ആർക്കിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് എക്സാമിന് വരുന്ന ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഡിഗ്രി മെഷറിൽ നിന്ന് റേഡിയൻ മെഷറിലോട്ടും റേഡിയൻ മെഷറിൽ നിന്ന് ഡിഗ്രി മെഷറിലോട്ടും കൺവേർട്ട് ചെയ്യാനാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക.
യെസ്, നോക്കിക്കോളൂ കേട്ടോ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. നോക്കിക്കോളൂ കേട്ടോ. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ റേഡിയന എന്ന് പറയുന്നതിലാണ് നമുക്ക് പൈ എന്നൊക്കെ വരിക, പൈ എന്ന് പറയുന്ന വാല്യൂ ഒക്കെ വരിക. അപ്പം π/180 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അഥവാ നമ്മുടെ കയ്യിലുള്ള ഡിഗ്രി മെഷറിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലോട്ട് മാറും? റേഡിയൻ മെഷർമെൻ്റ് ആയിട്ട് മാറും. നമ്മൾ സാധാരണ മീറ്റർ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാറില്ലേ? കിലോഗ്രാമും ഗ്രാമും ഒക്കെ കൺവേർട്ട് ചെയ്യാറില്ലേ? അല്ലേ? അപ്പം അതിന് ഓരോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യൂലേ? ഇപ്പോൾ 1000 മീറ്ററിന് 1000 മീറ്ററാണ് 1 കിലോമീറ്റർ എന്ന് പറയില്ലേ? ക്ലിയർ ആയോ? അതുപോലെയുള്ള കൺവേർഷനാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി മെഷർമെൻറ്റിൽ നിന്നും റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യും. അല്ലേ? ഒരു മെഷർമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അടുത്ത മെഷർമെൻറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട് അല്ലേ? എസ്പെഷ്യലി നമ്മളിപ്പം ഈ പണമൊക്കെ ആണെങ്കിൽ ഗൾഫിലുള്ള ആളുകൾ അവർക്ക് ദിർഹംസോ ദിനാറോ ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യാറില്ലേ? തിരിച്ച് റുപ്പീസിൽ നിന്ന് അങ്ങോട്ടും കൺവേർട്ട് ചെയ്യാറില്ലേ? അതിനൊക്കെ ഓരോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെയാണ് ഡിഗ്രി മെഷർമെൻറ്റ് ഒരു തരത്തിലുള്ള മെഷർമെൻറ്റാണ്, റേഡിയൻ മറ്റൊരു തരത്തിലുള്ള മെഷർമെൻ്റ് ആണ്. അപ്പം ഡിഗ്രിയിൽ നിന്നും റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ π/180 റേഡിയൻ ആക്കുക. അതുപോലെ തന്നെ റേഡിയൻ മെഷറിൽ നിന്നും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, റേഡിയൻ മെഷറിൽ നിന്ന് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇത് നേരെ തിരിഞ്ഞു വരും. 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്കത് എന്തായിട്ട് മാറും? ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, യെസ്. അപ്പം ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്കൊരു പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ കേട്ടോ. യെസ്, ലെങ്ത് ഓഫ് ആർക്ക്. ഓക്കെ, ക്വസ്റ്റ്യന് മുമ്പ് നമുക്ക് ഈ ഒരു കാര്യം കൂടി ഒന്ന് പഠിച്ചിട്ട് നമുക്ക് കടക്കാം. യെസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ലെങ്ത് ഓഫ് ആർക്ക് അഥവാ നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കിക്കോളൂ, ഒരു ക്വസ്റ്റ്യനിൽ ഈ ആംഗിൾ തന്നു, ആംഗിൾ തീറ്റയാണ്, റേഡിയസ് 6 ആണ് കേട്ടോ, റേഡിയസ് 6 ആണ്, ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതാണ് ആർക്ക്, ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ലെങ്ത് ഓഫ് ആർക്ക് എൽ കാണാനുള്ള ഇക്വേഷൻ L = R × തീറ്റയാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. L എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? R × തീറ്റയ്ക്ക് തുല്യമാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? R × തീറ്റയ്ക്ക് തുല്യമാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് കുറച്ച് ഡിഗ്രി റേഡിയൻ മെഷർ കൺവേർട്ട് ചെയ്ത് നോക്കാം. മക്കളെ നോക്കിയടാ, 360 ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ. 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ 360 × π/180 റേഡിയൻ ആണ്. 360 × π/180 റേഡിയൻ ആണ്. നോക്കട്ടോ, 360 ഡിഗ്രിയെ 360 × π/180 റേഡിയൻ എന്ന് എഴുതാം. സോ നോക്കൂട്ടോ, 360ഉം 180യും ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഇതേ നോക്കൂ, 18ൻ്റെ ഇരട്ടിയല്ലേ 36, 0 0 എനിക്ക് കാട്ടാം അല്ലേ? അങ്ങനെയാണെങ്കിൽ 36 എന്ന് പറയുന്നത് 18ൻ്റെ ഇരട്ടിയാണ്. സോ 36ഉം 18ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. അങ്ങനെ നമ്മൾ 2 × π റേഡിയൻ വരും. സോ നോക്കിയാൽ മക്കളെ, 2π റേഡിയൻ എന്ന് വരുന്നു. അതുപോലെ തന്നെ ഒന്ന് നോക്കിയടാ, 30 ഡിഗ്രി ഇവിടെ ഉണ്ട്. 30 ഡിഗ്രിയെ റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോളുക, 30 × π/180 റേഡിയൻ എന്ന് എഴുതും. ഇസ് ഇറ്റ് ക്ലിയർ? ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 30ന് ഈ 0ഉം 0ഉം ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. 30 × π/180 എങ്ങനെ ചെയ്യും? ഇത് രണ്ടും തട്ടിക്കളയാം. അപ്പം 3ഉം 8ഉം ഡിവൈഡ് ചെയ്താൽ 3ൽ 3 ഒരു പ്രാവശ്യമാണ്, 18ൽ 3 6 പ്രാവശ്യമാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? π/6 എന്ന് കിട്ടും. അപ്പോൾ ഈ π/6ൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് π/6 റേഡിയൻ ആണ്. ഓക്കേടാ? യെസ്. അടുത്തത് -60 ഡിഗ്രി. നോക്കിക്കോ, -60 ഡിഗ്രിയാണ് എനിക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. എന്താടാ ചെയ്യേണ്ടത്? -60നെ എന്താ ചെയ്യേണ്ടത്? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 0 0 പോയി, 6ൽ 6 ഒരു പ്രാവശ്യം, 18ൽ 2 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എന്ത് വരും? യെസ്, 18ൽ 3 പ്രാവശ്യം. അപ്പോൾ നമുക്ക് -π/3 എന്ന് വരും. ക്ലിയർ ആയോ? കൺവേർഷൻ ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഡിഗ്രിയിൽ നിന്നും റേഡിയനിലോട്ട്
നമ്മൾ സാധാരണ കൺവേർട്ട് ചെയ്യുന്നത് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, യെസ്. അടുത്തത് നോക്കാം നമുക്ക്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക മക്കളെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ഡിഗ്രിയിൽ നിന്നും എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഡിഗ്രിയിൽ നിന്ന് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് റേഡിയനിലോട്ടാണ്. ആ തരത്തിലുള്ള ചോദ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ എഴുതിയിട്ടുള്ളത് മക്കളെ. അതിന് മുന്നേ ആയിട്ട് ഞാൻ പറയുന്നു, 1 ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 മിനിറ്റ് ആണ്. എങ്ങനെയാ 1 ഡിഗ്രി 60 മിനിറ്റ് ആയേ? 1 ഡിഗ്രി 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയൂലേ, ഇപ്പം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാന്ന് പറയൂലേ. അപ്പം മീറ്ററിനേക്കാളും ചെറിയ ഒരു യൂണിറ്റ് ആണല്ലോ സെൻറ്റിമീറ്റർ, ശരിയല്ലേ? 1 കിലോമീറ്ററിന് നമ്മൾ 1000 മീറ്റർ എന്ന് പറയും. അതായത് കിലോമീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ. അതുപോലെ ഡിഗ്രിയുടെ നേരെ താഴെയുള്ള യൂണിറ്റ് ആണ് എന്ത്? മിനിറ്റ് കേട്ടോ. അപ്പം ഈ വര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? മിനിറ്റ്സ് കേട്ടോ. അപ്പം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? 1 ഡിഗ്രി എന്നാൽ എന്താണ്? 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി വരുന്നത്. ക്ലിയർ ആയവരൊന്ന് ചറ്റ വെച്ച് കാണിച്ചേ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, 1 ഡിഗ്രി 60 മിനിറ്റ് ആണ്. അപ്പം നമുക്ക് എത്രയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 40 ഡിഗ്രി 30 മിനിറ്റ് ആണ് കൺവേർട്ട് ചെയ്യേണ്ടത് കേട്ടോ. 40 ഡിഗ്രി 30 മിനിറ്റ്. അപ്പം 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ഉണ്ടാവും? 1 മിനിറ്റ് 1 ഡിഗ്രി 60 മിനിറ്റ്. 1 ഡിഗ്രി 60 മിനിറ്റ്. അപ്പം 60ൻ്റെ പകുതി അല്ലേടാ 30 ഡിഗ്രി 30 മിനിറ്റ്. ഈ വര സൂചിപ്പിക്കുന്നത് മിനിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം 30 മിനിറ്റ് എന്ന് പറയുന്ന 60ൻ്റെ പകുതിയാണ്. അങ്ങനെയെങ്കിൽ 1ൻ്റെ പകുതി 1/2 ഡിഗ്രി ഉണ്ടാകും. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? യെസ്. അപ്പം 40 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയോട് കൂടി ഒരു 1/2 ഡിഗ്രി കൂടി കൂട്ടിയതാ, ഹാഫ് ഡിഗ്രി കൂട്ടിയതാ. കാരണം 30 മിനിറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഡിഗ്രിയാണ്. കാരണം 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് 40 ഡിഗ്രി 30 മിനിറ്റിനെ 40 ഡിഗ്രി പ്ലസ് 1/2 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഇതെങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ ഭിന്നസംഖ്യകൾ സോൾവ് ചെയ്യുമ്പം എങ്ങനെയാണ് വരിക നോക്കൂ. 40 പ്ലസ് 1/2 എന്താണ്? 40 × 2 80 പ്ലസ് 1 ബൈ 2 അഥവാ 81/2 അല്ലേടാ വരിക. സോ നോക്കിയേ മക്കളെ, നോക്കിയേ, 81/2 ഡിഗ്രി ആയി. അഥവാ 40 ഡിഗ്രി പ്ലസ് 1/2 ഡിഗ്രി നമുക്ക് എന്തായി മാറി? 81/2 ഡിഗ്രി ആയി. ഇനി ഈ ഡിഗ്രിയെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ π/180 റേഡിയൻ കൊണ്ടല്ലേടാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അത് എങ്ങോട്ട് കൺവേർട്ട് ആകും? റേഡിയനിലോട്ട് കൺവേർട്ട് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ 81ഉം 180ഉം ഉണ്ട്. അപ്പം അത് ചെയ്യാൻ എല്ലാവർക്കും അറിയണമെന്നില്ല. ഒന്ന് നോക്കുക. 81/2 × π/180 ആണ്. 81ഉം 180ഉം 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 81ൽ 9 അല്ലേ? 9 × 9 അല്ലേടാ 81. 18 അഥവാ 18ൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 180ൽ 20 എണ്ണം കാണൂലേ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് മുകളിൽ 9 പൈ ഉണ്ട്, താഴെ 2 × 20. മുകളിൽ ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ 9 പൈ വരും. താഴെ ഡിനോമിനേറ്റർ ഇത് രണ്ടും ഗുണിക്കുമ്പോൾ 40 വരും. അപ്പോൾ നമുക്ക് എന്ത് പിടിക്കാം? ഇവിടെ 9 π/40 റേഡിയനിലോട്ട് എത്തും. അപ്പം വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, 40 ഡിഗ്രി 30 മിനിറ്റ്. മിനിറ്റ് എന്നാൽ ഡിഗ്രിയേക്കാളും ചെറിയ യൂണിറ്റ് ആണ്. 60 മിനിറ്റ് ആകുമ്പോൾ 1 ഡിഗ്രി ആകും. അതിൻ്റെ പകുതി 30, അപ്പം പകുതി ഡിഗ്രി ആകും. അപ്പം 40ഉം ഒരു പകുതി ഡിഗ്രിയും ചേർന്നതാണ് 40 ഡിഗ്രി 30 മിനിറ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. ഇനി ഇത് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ആലോചിക്കേണ്ട. ഈ ഡിഗ്രി 30 മിനിറ്റ് കിട്ടിയാൽ അതിനെ ഡിഗ്രിക്ക് മാറ്റാൻ ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1/2 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയും ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ തന്നെ 2-3 തവണ ചെയ്ത് പഠിക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ റേഡിയനും ഡിഗ്രിയിലോട്ടും കൺവേർട്ട് ചെയ്ത് നോക്കാം. 2π/3 റേഡിയൻ എന്ന് പറയുന്നത് 2π/3 × 180 ഡിഗ്രി ബൈ പൈ ആണ്. അഥവാ
റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കൂട്ടോ, റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 180/π കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക, റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള റേഡിയനാണ്, കൺവേർട്ട് ചെയ്യേണ്ടത് ഡിഗ്രിയിലോട്ടാണ്. അപ്പോൾ 180/π ആയി മാറി. ഈ പയ്യും നമുക്ക് തട്ടിക്കളയാം. ബാക്കിയുള്ളത് എന്താ ഉള്ളത്? ബാക്കിയുള്ളത് നോക്കിയാൽ മക്കളെ, 2 ഗുണം 180/3. അപ്പം 180/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വരിക. അപ്പോൾ 2 ഗുണം 60 120. അതല്ലേ നമുക്ക് ആൻസർ കിട്ടിയത്, 120. ഓക്കെ, അടുത്തതായിട്ട് -3π/4 റേഡിയൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് മാറ്റാൻ 180/π ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ പയ്യും വെട്ടിക്കളഞ്ഞു. ബാക്കി എൻ്റെ കയ്യിൽ എന്തുണ്ട്? -3/4 × 180 എന്ന് മാത്രമുണ്ട്. ഇത് വെട്ടുമ്പം ഇവിടെ എത്ര വരും? 90 വരും, അല്ല 45 വരും. പകുതി 90, അതിൻ്റെയും പകുതി 45. അപ്പം 180/4 45. അപ്പം നമുക്ക് എന്ത് കിട്ടും? -135 ഡിഗ്രി എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിഗ്രി ആൻഡ് റേഡിയൻ മെഷറിൽ പ്രധാനമായിട്ടും ഉള്ളത് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക്, നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസിനെ കുറിച്ചിട്ട് ഒന്ന് പഠിക്കാം. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ നമുക്ക് പഠിക്കാം. യെസ്, എല്ലാ മക്കളും ശ്രദ്ധിക്കുക. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ നമുക്കൊന്ന് പഠിക്കാം. യെസ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ മക്കളെ. യെസ്, നോക്കിക്കോളൂ. ഓക്കെ ഓക്കെ, യെസ്, നോക്കൂ, ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് വരുന്നത്. നോക്കാം. യെസ്, ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇതിൽ നമുക്ക് സാധാരണ അറിയാം ഒരു റൈറ്റ് ട്രയാങ്കിൾ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിളിനെയാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് നിങ്ങൾക്കറിയാം. ഇതിലെ ഒരു ആംഗിളാണ് തീറ്റ എന്നിരിക്കട്ടെ. ഈ തീറ്റയുടെ എതിരെ കാണുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്, തീറ്റയോട് ചേർന്ന് കാണുന്നതാണ് അഡ്ജസൻറ്റ് സൈഡ്. എതിരെ കാണുന്നത് ഓപ്പോസിറ്റ് സൈഡ്, ചേർന്ന് കാണുന്നത് അഡ്ജസൻറ്റ് സൈഡ്. അപ്പം ഈ ലെങ്ത് എന്താണ്? AC എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഈ ഒരു ചിത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ പറയുന്നത്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം ബാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്തെല്ലാമാണ്. യെസ്, നേരത്തെ ഞാൻ ഇവിടെ ആ ഒരു പിക്ചർ വരയ്ക്കുന്നു. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ നോക്കുക മക്കളെ എല്ലാവരും, ഇവിടെയാണ് തീറ്റ. തീറ്റ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഓപ്പോസിറ്റ് സൈഡ് OPP എന്ന് പറഞ്ഞു. ഓക്കെ, അതിനോട് അഡ്ജസൻറ്റ് അഥവാ അടുത്ത് നിൽക്കുന്ന സമീപവശം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു. എതിർവശം എന്ന് പഠിച്ചതാണ് ഓപ്പോസിറ്റ് സൈഡ്. സമീപവശം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എന്ത്? നമ്മൾ പറയുന്ന യെസ് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും. ഇസ് ഇറ്റ് ക്ലിയർ? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇനി നോക്കുക, ഇതിനെ നമ്മൾ കർണം എന്ന് പറഞ്ഞ് പഠിച്ചു, അതാണ് ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയെങ്കിൽ സൈൻ തീറ്റ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. പിന്നെ കോസ് തീറ്റ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ്. കൊസീക് തീറ്റ എന്താണ്? അതാണ് നിങ്ങൾ പഠിക്കാത്തത്. അപ്പം 10ാം ക്ലാസ് വരെ നിങ്ങൾ ഈ 3 കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് 3 കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് സൈൻ തീറ്റയാണ്. കൊസീക് തീറ്റ റെസിപ്രോക്കൽ ഓഫ് സൈൻ തീറ്റ അഥവാ 1/sin തീറ്റയാണ് കൊസീക് തീറ്റ എന്ന് പറയുക. എന്താണ് സീക്ക് തീറ്റ? സീക്ക് തീറ്റ ഈസ് 1/cos തീറ്റ. എന്താണ് കോട്ട് തീറ്റ? കോട്ട് തീറ്റ ഈസ് 1/tan തീറ്റ. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ പുതുതായിട്ട് 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് കൊസീക് തീറ്റ റെസിപ്രോക്കൽ ഓഫ് സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എങ്ങനെയാണ് പറയുക? അപ്പോൾ ഒന്നുമില്ലടാ, ഈ സൈൻ തീറ്റ തിരിച്ചെഴുതുക, അഥവാ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. ക്ലിയർ അല്ലേ മക്കളെ? കോസ് തീറ്റയെ തിരിച്ചെഴുതുക, അപ്പം ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? മുകളിലും അഡ്ജസൻറ്റ് സൈഡ് താഴെയും വരും.
അടുത്ത ടാൻ തീറ്റ എന്താണ്? ഇത് തിരിച്ചെഴുതുക. അഥവാ അഡ്ജസൻറ്റ് ബൈ എന്ത് വരും? ഓപ്പോസിറ്റ് എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ മുകളിലുള്ള ഓപ്പോസിറ്റ് താഴോട്ടും അഡ്ജസൻറ്റ് മുകളിലോട്ടും പോകും. അഥവാ സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റേതാണ് സീക്ക്, ടാനിൻ്റേതാണ് കോട്ട്. ക്ലിയർ ആയോടാ? യെസ്. തിരിച്ചിട്ടും പറയാം. അഥവാ സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് 1 കൊസീക് തീറ്റ, കോസ് തീറ്റയുടെ 1 സീക് തീറ്റ, ടാൻ തീറ്റയുടേത് 1 കോട്ട് തീറ്റ. ക്ലിയർ ആയോ? സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൊന്ന് വേണം. ഇനി പ്രധാനമായിട്ടും ചില ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉണ്ട്, അഥവാ റിസൾട്ടുകളുണ്ട്. അതിലൊന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിങ്ങൾ ഓൾറെഡി പഠിച്ചു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. 1 - സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റയാണ്. എങ്ങനെ കിട്ടി? ഈ സൈൻ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ പ്ലസ് ഉള്ളത് മൈനസ് ആകും. അതാണ് 1 - സൈൻ സ്ക്വയർ തീറ്റ. അതെന്താണ്? കോസ് സ്ക്വയർ തീറ്റയാണ്. അതുപോലെ ഈ കോസ് സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ 1 - കോസ് സ്ക്വയർ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? മക്കളെ ക്ലിയർ ആയോ? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇതുപോലെ നിങ്ങൾ പഠിച്ച 2 ഐഡൻറ്റിറ്റി കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയാണ് 1. ശ്രദ്ധിക്കുക കേട്ടോ. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അഥവാ 1 + ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ എന്ന് പറയാം. 1 + ടാൻ സ്ക്വയർ തീറ്റ സീക് സ്ക്വയർ തീറ്റയാണ്. എങ്ങനെ കിട്ടി? നോക്കൂ, ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങോട്ട് വന്നു, നെഗറ്റീവ് ഉൾപ്പെടെ ഇങ്ങോട്ട് വന്നാൽ പോസിറ്റീവ് ആകും. അപ്പോൾ 1 + ടാൻ സ്ക്വയർ തീറ്റ എന്തായി? സീക് സ്ക്വയർ തീറ്റയായി. അതുപോലെ ഈ സീക് സ്ക്വയർ തീറ്റ നോക്കൂ, ഇവിടുന്ന് സീക് സ്ക്വയർ തീറ്റ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അങ്ങനെ വേണ്ട, ഏറ്റവും ഈസി 1നെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്താൽ പോരെ. 1 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റ -1 ടാൻ സ്ക്വയർ തീറ്റയാകും. ഇസ് ഇറ്റ് ക്ലിയർ? സിമിലർലി കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അങ്ങനെയെങ്കിൽ 1 + കോട്ട് സ്ക്വയർ തീറ്റ എന്താണ്? കൊസീക് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ കൊസീക് സ്ക്വയർ തീറ്റ -1 എന്ത് വരും? കോട്ട് സ്ക്വയർ തീറ്റ വരും. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് ഈ കോട്ട് സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ 1 + കോട്ട് സ്ക്വയർ കൊസീക് സ്ക്വയർ ആയി. സിമിലർലി കൊസീക് സ്ക്വയർ തീറ്റ -1 എന്താണ്? നമുക്ക് കോട്ട് സ്ക്വയർ എന്ന് എഴുതാം. കാരണം എന്താ? ഈ 1നെ എടുത്തിട്ട് ഈ കൊസീക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഇത് -1 ആകും. ഇസ് ഇറ്റ് ക്ലിയർ? അതുപോലെ നിങ്ങൾ കാലങ്ങളായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചൊരു കാര്യമാണ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പം ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പം ഈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ തിരിച്ചെഴുതിയാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ വരും. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട്, ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്കറിയാം, എല്ലാവരും പഠിച്ചതാണ് കേട്ടോ. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത സെക്ഷനിൽ വരുന്നത് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിക്കുക. യെസ്, സൈൻ ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. മക്കളെ നോക്കൂ, നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ 4 സംഭവം വരച്ചിട്ടുണ്ട്. ഇതെന്താണ്? എന്താ ഈ സംഭവം ഒന്ന് നോക്കാട്ടോ. ദേ നോക്കൂ, ഞാൻ ഒരു സർക്കിൾ വരച്ചു. യെസ്, ഞാൻ ഒരു സർക്കിൾ വരച്ചു. നോക്കിക്കോളൂ കേട്ടോ. യെസ്, ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൻ്റെ സെൻറ്ററാണിത്. സെൻറ്ററിലൂടെ ഞാൻ ആക്സിസ് വരച്ചു. ഓക്കെ, വൈ ആക്സിസും എക്സ് ആക്സിസും വരച്ചു. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ 90 ഡിഗ്രിയിലാണ് എത്തുക. അഥവാ 0 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ 90 ഡിഗ്രിയിലെത്തും. 0 ഡിഗ്രി തന്നെ 90 ഡിഗ്രി റേഡിയൻ മെഷറിൽ പറയുന്നത് π/2 എന്നാണ്. ഓക്കെ, ഈ 90യിൽ നിന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ഡിഗ്രി എത്രയാണ് വരിക? ഇങ്ങനെയുള്ള ഡിഗ്രി 180 ഡിഗ്രിയിലെത്തും. യെസ്, 180 ഡിഗ്രിയിലെത്തും. 180 ഡിഗ്രിയെ നമ്മൾ പറയുന്നത് പൈ റേഡിയൻ ആണ്. ഓക്കെ ഓക്കെ യെസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എത്തുന്നത് 270 ഡിഗ്രിയാണ്. അതിനെ നമ്മൾ പറയുന്നത് 3π/2 റേഡിയൻ ആണ്. 270 പിന്നിട്ട് ലാസ്റ്റ് ഇവിടെ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ റൊട്ടേഷൻ ഫിനിഷ് ആകുമ്പം നമ്മൾ 360 ഡിഗ്രി യാത്ര ചെയ്തിരിക്കും. അതിനെ നമ്മൾ 2π എന്ന് പറയാം. അതിനെ നമ്മൾ എന്ത് പറയാം? 2π എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ്.
ഓക്കെ, എന്താ പറയുക? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ് ഇതിനെ പറയുക. അങ്ങനെയെങ്കിൽ നോക്കൂട്ടോ, ഫസ്റ്റ് ക്വാഡ്രന്റ് 0 മുതൽ 90 വരെയുള്ള ആംഗിളുകളെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് പറയുക. 0 മുതൽ 90 വരെയുള്ള ആംഗിളുകൾ. 90 മുതൽ 180 വരെയുള്ള ആംഗിളുകളെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 180 മുതൽ 270 വരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, ഈ 270 മുതൽ 360 വരെ നമ്മൾ വിളിക്കുന്നത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇതാണ് ക്വാഡ്രന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് ഫസ്റ്റത്തെ ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇതെന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇതെന്താണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. ഇതെന്താണ്? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. മക്കളെ നോക്കുക, ഇവിടെ എല്ലാം പോസിറ്റീവാണ്, ഓൾ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്, ഇത്രയും ട്രിഗണോമെട്രിക് റേഷ്യോസ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് വാല്യൂ മാത്രമാണ് തരിക. നോക്കണം മക്കളെ, നമ്മൾ പഠിച്ച സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്, ഈ 6 ട്രിഗണോമെട്രിക് റേഷ്യോസും ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് തരുന്നത് എന്താണ്? പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് എത്തുമ്പോൾ എന്താകും? സൈനിന് അതിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കിന് മാത്രമേ പോസിറ്റീവ് വാല്യൂ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എന്താണ്? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്. ഇസ് ഇറ്റ് ക്ലിയർ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്. നോക്കൂ മക്കളെ, ഈ സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് വരുമ്പോൾ സൈന് പോസിറ്റീവാന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും പോസിറ്റീവാണ്. ബാക്കി എല്ലാവരും ഇവിടെ നെഗറ്റീവ് ആട്ടോ. അഥവാ 90 മുതൽ 180 വരെയുള്ള ആംഗിളുകളിൽ ഇത് ബാക്കിയുള്ള എല്ലാവരും എന്താണ്? നെഗറ്റീവാണ്. ഇവിടെ ടാൻ പോസിറ്റീവ്. ടാൻ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലായിട്ട് ആരുണ്ട്? കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാവരും ഈ ഗ്യാപ്പിലുള്ള ആംഗിളാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ സൈൻ 190 നെഗറ്റീവ് വാല്യൂ തരിക. കാരണം 190 180-നും 270-നും ഇടയിലാണ്. സൈൻ 250 നെഗറ്റീവ് വാല്യൂ ആണ്. കോസ് 250 നെഗറ്റീവ് വാല്യൂ ആണ്. എന്താ കാര്യം? 250 എന്ന് പറയുന്നത് 270 180 ഇതിനിടയിലുള്ള വാല്യൂ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? പക്ഷേ ടാൻ 200 എന്തായിരിക്കും? ടാൻ 200 പോസിറ്റീവ് ആയിരിക്കും. കാരണം തേർഡ് ക്വാഡ്രന്റിലാണ്, 180-നും 270-നും ഇടയിൽ ഇത് പോസിറ്റീവാണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വാഡ്രന്റിലോട്ട് നമ്മൾ വരുന്നു. നോക്കൂ, കോസ് ആൻഡ് സീക്ക് പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കുമാണ് മക്കളെ പോസിറ്റീവായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ASTC. പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് പറയാം? ഓൾ സ്റ്റുഡൻറ് ടേക്ക് കോഫി. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ്. ഇവിടെ സൈന് പോസിറ്റീവ്, ഓട്ടോമാറ്റിക്കായിട്ട് തലയിൽ കത്തണം, കൊസീക്ക് പോസിറ്റീവ് ആയിരിക്കും. ടാന് ആണ് ഇവിടെ പോസിറ്റീവ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കോട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ കോസ് ആണ് പോസിറ്റീവ്, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ സീക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ASTC എന്ന് പറയാം. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് പറയാം. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് പറയാം. അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം, ഓൾ സയൻസ് ടീച്ചേഴ്സ് ആർ ക്രൂവൽ. അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാ സയൻസ് ടീച്ചേഴ്സും ക്രൂവലാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ? മാത്സിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അറിയില്ല. ഓൾ സയൻസ് ടീച്ചേഴ്സ് ആർ ക്രൂവൽ എന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ ഓർത്തിരിക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഈ ഒരു കാര്യം മാത്രം വെച്ചിട്ട് നമുക്ക് എന്തുണ്ട്? പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചെയ്യൂ. അപ്പോൾ ആ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ തന്നിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് മാത്രം കേട്ടോ. ഓക്കെ, ഒരു മോഡൽ മാത്രമേ ചെയ്യൂ. ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ മോഡൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ അതേ ക്വസ്റ്റ്യൻ തന്നെ വരുന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ മോഡലിൽ നിന്ന് മാറിയിട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് പഠിച്ചെടുക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക.
യെസ്, ശ്രദ്ധിച്ചോളൂ. ഇതാണ് നമ്മുടെ പ്രോബ്ലം, ശ്രദ്ധിക്കുക കേട്ടോ. ഇഫ് സൈൻ തീറ്റ ഈക്വൽ ടു 3/5, സൈൻ തീറ്റ 3/5 ആണ്. 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലാണ് തീറ്റ എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും മക്കളെ? നമ്മൾ ഒരു ക്വാഡ്രന്റ് വരച്ച് നോക്കാം. ഈ ക്വാഡ്രന്റിൽ ഇവിടെ 0, ഇവിടെ 90, ഇവിടെയാണ് 180. അപ്പോൾ 90നും 180നും ഇടയിൽ ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രന്റിലാണ് വരിക. അപ്പം ഈ ക്വാഡ്രന്റിൽ നമുക്ക് സൈന് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രന്റിലാണ് സൈൻ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഇവിടെ 3/5 പോസിറ്റീവായിട്ട് വന്നത്. ഇനി ഇത് വെച്ചിട്ട് ബാക്കി ഈ ഒരൊറ്റ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡ് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. റൈറ്റ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് തീറ്റയുടെ ഇതാണ് തീറ്റ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 3/5 ആണ്. നമുക്കറിയാം സൈൻ തീറ്റയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്, അല്ലേ? അങ്ങനെയെങ്കിൽ 3യുടെ ഓപ്പോസിറ്റിൽ ആരാ വരിക? 3 ആണ് ഓപ്പോസിറ്റ് സൈഡ്, 5 ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ തീറ്റയുടെ ഓപ്പോസിറ്റിൽ ആരാ വരിക? അത് 3 ആണ്. ഓപ്പോസിറ്റ് സൈഡ് 3 ആണ്. ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നോക്കൂ, തീറ്റയുടെ ഓപ്പോസിറ്റ് 3, ഹൈപ്പോട്ടന്യൂസ് 5. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഈ ഒരു സൈഡ് കാണണം. അപ്പം ഞാൻ ഇതിന് ABC എന്ന് പേര് കൊടുത്തു. മൂന്നാമത്തെ വശം കണ്ടാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വളരെ അടിപൊളിയായിട്ട് കിട്ടും. അതിനായിട്ട് ഞാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. പൈതഗോറസ് തിയറം എങ്ങനെ അപ്ലൈ ചെയ്യുക? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? AB ആണ്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് AC ആണ്. AC സ്ക്വയർ എന്താണ്? AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ് AC, അഥവാ ഇതാണ് വലിയ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ AB ആണ് കണ്ടെത്തേണ്ടത്. AB സ്ക്വയർ എന്ത് വരും? AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ വരും. AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ വരും. അങ്ങനെയെങ്കിൽ നമുക്ക് AB ആയിട്ട് എന്തെടുക്കാം? റൂട്ട് ഓഫ് AC സ്ക്വയർ മൈനസ് BC സ്ക്വയർ വരും. അപ്പം AB വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. AC സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ സ്ക്വയറാണ്. BC എന്ന് പറഞ്ഞാൽ 3 ആണ്, 3ൻ്റെ സ്ക്വയർ. അപ്പം നമുക്ക് ആൻസറിലോട്ട് എത്തുന്നു 25 മൈനസ് 9. അത് റൂട്ട് 25 9 പോയാൽ 16 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4 വരും. ഈ സൈഡ് 4 ആണ്. ക്ലിയർ ആയല്ലോ? സോ ഈ സൈഡ് 4 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ, ഇനി സൈൻ തീറ്റ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കൊസീക് തീറ്റ പെട്ടെന്ന് കിട്ടും. എന്താണ്? ഇതിനെ തിരിച്ചെഴുതിയാൽ മതി. ഇനി നമുക്ക് കോസ് തീറ്റ നോക്കാം. കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് 4 ആണ്. അപ്പം നമുക്ക് 4/5 എന്ന് കിട്ടും. ഓക്കെ, കോസ് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് സീക്ക് തീറ്റ കിട്ടും. സീക്ക് തീറ്റ എന്താണ്? ഇത് തിരിച്ചെഴുതിയാൽ മതി, 5/4 ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് മക്കളെ, ഇത് എവിടെയാ കിടക്കുന്നേ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ നമുക്കറിയാം ഇത് സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാണ്, സീക്കും നെഗറ്റീവാണ്. എന്താ കാരണം? തീറ്റ എവിടെയാണ്? ബിലോങ്സ് ടു സെക്കൻഡ് ക്വാഡ്രന്റ് കേട്ടോ. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് തീറ്റയുള്ളത്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് കൊടുക്കണം. ഇനി നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോറി, ഹൈപ്പോട്ടന്യൂസ് അല്ലടാ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് 3 അഡ്ജസൻറ്റ് 4. തീറ്റയുടെ അഡ്ജസൻറ്റ് 4, 3 and 4. അപ്പോൾ നമുക്ക് പറയാം 3/4 ആണ്. ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ടാൻ നെഗറ്റീവാണ്. ടാൻ കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് അതിൽ നിന്ന് കോട്ട് കിട്ടും. അത് നേരെ തല തിരിച്ചെഴുതുക, -4/3. ഇത്രയും പണിയുള്ളൂ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയല്ലോ മക്കളെ?
യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട് പോയി നോക്കാം. ഓക്കെ, യെസ്, നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് അടുത്ത സെക്ഷൻ, ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം ഇമ്പോർട്ടൻ്റ് ആംഗിൾസ്. നമുക്ക് പ്രധാനമായിട്ടും 0 ഡിഗ്രി ഒരു ഇമ്പോർട്ടൻ്റ് ആംഗിളാണ്, അതിലെ ട്രിഗണോമെട്രിക് റേഷ്യോ നമുക്കറിയണം. അതുപോലെ തന്നെ 0 ഡിഗ്രി, അതുപോലെ തന്നെ നമുക്ക് 30 ഡിഗ്രി വേണം. അതിന് നമ്മൾ π/6 ആണ് ഇൻ റേഡിയൻ മെഷർ. പിന്നെ 45 ഡിഗ്രി ആണ്, അത് π/4 ആണ് റേഡിയൻ മെഷർ. 60 ഡിഗ്രി ആണ്, അത് π/3 ആണ് റേഡിയൻ മെഷർ. പിന്നെ വരുന്നത് 90 ഡിഗ്രി ആണ്, അത് π/2 ആണ് റേഡിയൻ മെഷർ. ഓക്കെ, അപ്പം ഞാൻ പ്രധാനമായിട്ടും ഇതാണ്. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയും ആവശ്യമാണ്, അത് π ആണ്. അതുപോലെ തന്നെ 270 ഡിഗ്രി ആവശ്യമാണ്, അത് 3π/2 ആണ്. അടുത്തത് നമുക്ക് 360 ഡിഗ്രിയെ നമ്മൾ 2π എന്ന് പേര് പറയും. ഓക്കേടാ മക്കളെ, യെസ്. അപ്പോൾ നോക്കുക, പ്രധാനപ്പെട്ട ആംഗിളുകൾ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് 180, 270, 360 അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടി വരും. 0യും 90യും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ബാക്കിയുള്ളത് കണ്ടെത്താൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. നോക്കുക മക്കളെ, നിങ്ങൾ സൈനിൻ്റേത് മാത്രം കാണുക. സൈൻ ഓരോ ആംഗിളും കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ചെഴുതുക. ഈ 90 മുതൽ തിരിച്ചെഴുതി കഴിഞ്ഞാൽ കോസ് ആകും. അതല്ലാതെയും നമുക്ക് വേറെ ഈസി ആയിട്ട് കാണാം. അതിനായിട്ട് ഞാൻ 2 ട്രയാങ്കിൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന 2 ട്രയാങ്കിളാണ്. ഒന്നാമത്തത് കുഞ്ഞു ആംഗിളായിട്ട് 30യും ഇത് 60യും വരുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കിക്കോളൂ കേട്ടോ മക്കളെ, ഇതിൻ്റെ ഒരു റേഷ്യോ അറിയാം. 1:√3:2 ആണ്. ഇത് 1 ആണ്, ഇത് √3 ആണ്, ഇത് 2 ആണ്. ഇവിടെ നോക്കുക, നമ്മൾ സൈൻ 0 0 ആണ്, അത് നിങ്ങൾ പഠിക്കണം. സൈൻ 0 0 ആണ്. സൈൻ 30 പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഈ ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം, 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഈ ട്രയാങ്കിളിൽ സൈൻ 30 കാണാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്, ഹൈപ്പോട്ടിന്യൂസ് 2 ആണ്. അപ്പോൾ 1/2. സൈൻ എന്നാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് നമ്മൾ ചെയ്തു. 45 എന്താണ്? അത് ഓപ്പോസിറ്റ്. 45 ഇതിലില്ല അല്ലേ, ഇതിൽ ഇനി 60 ആണുള്ളത്. 60 നോക്കുക, 60യുടെ ഓപ്പോസിറ്റ് √3 ആണ്, ഹൈപ്പോട്ടിന്യൂസ് 2 ആണ്. 60√3/2. അപ്പോൾ സാറേ 45 എവിടെയാ? 45 ഇതാ ഇവിടെയുണ്ട്. 45 ആംഗിൾ കാണുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 45 മക്കളെ നോക്കൂ, ഈ 45 ആണെങ്കിൽ 1:1:√2 ആണ് റേഷ്യോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1:1:√2 റേഷ്യോ ആണ് 45 ആംഗിൾ വരുന്ന റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ സൈൻ 45 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 45ൻ്റെ ഓപ്പോസിറ്റ് 1/√2, ഹൈപ്പോട്ടിന്യൂസ് √2. അങ്ങനെയാണ് 1/√2 ആയത്. ഇവിടെ നമുക്ക് ഇനി കോസിലോട്ട് പോവാം. കോസ് 0 1 ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. കോസ് 0 1 ആണ്. കോസ് 30 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? കോസ് 30 √3/2 ആണ്. എങ്ങനെ കിട്ടി നോക്കൂ, 30 ഇവിടെയാണുള്ളത്. 30യുടെ അഡ്ജസൻറ്റ് √3/2. ക്ലിയർ ആയല്ലോ മക്കളെ? √3/2. ഓക്കെ, ഇനി നമുക്ക് കോസ് 45 ആണ്, 1/√2 ആണ് വരുന്നത്. കോസ് 45 1/√2 എങ്ങനെ കിട്ടും? 45ൻ്റെ അഡ്ജസൻറ്റ് 1, ഹൈപ്പോട്ടിന്യൂസ് √2. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 1/√2. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഇവിടെ ഈ 1 ആയതുകൊണ്ട് ഈ 45 എടുത്താലും ഒരേ ആൻസർ വരും. നോക്കൂ, ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൈൻ 45ഉം കോസ് 45ഉം ഈക്വൽ ആണ്. ടാൻ 45, ഇനി ടാനിലോട്ട് പോകാം. ഇല്ല, സൈൻ കോസ് 60 നമ്മൾ പറഞ്ഞില്ല. നോക്കൂ കേട്ടോ, കോസ് 60 ഇവിടെ ഉണ്ട്. അഡ്ജസൻറ്റ് സൈഡ് ആരാ? 1 ആണ്, /2. അപ്പോൾ എന്ത് വരും? 60 ഡിഗ്രി 1/2 വരും. ഓക്കെ മക്കളെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം ടാനിൻ്റെ കേസ് നോക്കാം. ടാൻ 0 ആണ്. അതുപോലെ തന്നെ ടാൻ 30 എങ്ങനെ കിട്ടും? ടാൻ 30 കിട്ടാൻ വളരെ സിമ്പിളാണ്. 30യുടെ ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസൻറ്റ് √3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/√3 കിട്ടി. അതല്ലെങ്കിൽ സൈനിൻ്റെ മുകളിലെ വാല്യൂം കോസിൻ്റെ മുകളിലെ വാല്യൂം എഴുതിയാൽ ടാനിൻ്റെ ഇത് കിട്ടും. ക്ലിയർ ആയോ? ഇവിടെ 1, ഇവിടെ √3, അപ്പോൾ 1/√3. ഇവിടെയും 1, ഇവിടെയും 1, അപ്പം ഇത് 1/1 എന്ന് വരും. അഥവാ ടാൻ 45 ഡിഗ്രി 1 ആണ്.
നോക്കൂ മക്കളെ, ടാനിൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസൻറ്റും 1 ആണ്. 1/1 ആണ് 1 ആയത്. ഇനി ടാൻ 60യുടെ ഓപ്പോസിറ്റ് √3 ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ളത്, എതിരെയുള്ളത് √3 ആണ്. ഇവിടെ /1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? √3/1 അഥവാ √3 തന്നെ കിട്ടി. ഇവിടെ പഠിച്ചിരിക്കേണ്ടത് ടാൻ 90 ഡിഗ്രി ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ടാൻ 270 ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിഫൈൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല. 180 കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. 180, 270, 360 എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തതാണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് സൈന്, കോസ്, ടാൻ ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് കൊസീക്ക് π/4? അപ്പോൾ π/4 എന്നാൽ 45 ഡിഗ്രിയാണ്. അതിന് നമുക്ക് 1/sin π/4 എന്ന് എഴുതാം. അഥവാ നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ π/4ൻ്റെ ആളുണ്ടല്ലോ, അതാരാണ്? π/4 എത്രയാ? π/4 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/√2 ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, √2/1 √2. അതല്ല, നിങ്ങളോട് ചോദിക്കുന്നത് സീക്ക് π/3 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ 1/cos π/3. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് cos π/3യെ തല തിരിച്ചെഴുതുക. കോസ് ഉണ്ട്, π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. അപ്പം കോസ് 60 ഡിഗ്രി എത്രയാ വരിക? 1/2 ആണ്. അപ്പോൾ 1/2 തല തിരിച്ചെഴുതുമ്പോൾ 2/1 = 2. ഇങ്ങനെയാണ് ബാക്കി 3 കാണേണ്ടത്. നമുക്ക് നോക്കാം. കോട്ട് π/6, അപ്പോൾ അത് 1/tan π/6 ആണ്. അപ്പം tan π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. tan 30 1/√3 ആണ്. അത് തല തിരിച്ചെഴുതുമ്പോൾ √3/1. ഇസ് ഇറ്റ് ക്ലിയർ ആയല്ലോ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? യെസ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ, ശ്രദ്ധിച്ചോളൂ എല്ലാവരും. യെസ്, ഇനി നമുക്ക് കുറച്ച് റിസൾട്ടുകളാണ് ഇനി പഠിക്കാനുള്ളത്. അഥവാ 30ഓളം ഇക്വേഷൻസ് ടോട്ടൽ ഈ ചാപ്റ്ററിലുണ്ട്. ഇതെല്ലാം +2-ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. +2-ലെ 5 ചാപ്റ്ററുകൾ ഈ ഒരു ചാപ്റ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും ടഫാണെന്ന് പറഞ്ഞിട്ട് ഇത് പഠിക്കാതിരിക്കരുത്. ഇപ്പം നമ്മൾ ഇതെന്ത് ചെയ്യാണ്? റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെഗറ്റീവ് ആംഗിളുകളുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. അഥവാ നോക്കിക്കോ മക്കളെ, നോക്കിക്കോട്ടോ, സൈന് -θ, സൈന് -x ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നെഗറ്റീവ് എടുത്തിട്ട് പുറത്തേക്ക് തള്ളാം. അപ്പോൾ നെഗറ്റീവ് sin θ ആയി. ടാൻ -θയും നിങ്ങൾക്ക് പുറത്തോട്ട് തള്ളാം. അപ്പോൾ എന്തായി? നെഗറ്റീവ് tan θ ആയി. ഇസ് ഇറ്റ് ക്ലിയർ? ടാൻ -θയും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പുറത്തോട്ട് തള്ളാം. അപ്പം നെഗറ്റീവ് tan θ ആയി. അപ്പം കോസ് -θയോ, അത് നമുക്ക് നെഗറ്റീവ് പുറത്തോട്ട് കളയണ്ട. ആ നെഗറ്റീവിനെ നമുക്ക് റിമൂവ് ചെയ്യാം. കോസിന് മാത്രമാണ് അത് സാധിക്കുക. അപ്പം കോസിനും സീക്കിനും അത് സാധിക്കും. ഇതൊക്കെ ഇവരുടെ റെസിപ്രോക്കലിനും സാധിക്കും കേട്ടോ. കോസിനും സീക്കിനും സാധിക്കും. അപ്പം സൈൻ -θ -sin θ, കോസ് -θ cos θ, tan -θ -tan θ. ഓക്കെ, ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. റിഡക്ഷൻ മെത്തേഡ് ഓഫ് ആംഗിൾ ഫ്രം നോക്കൂ nπ ± θ. ഇത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഞാനൊരു സംഭവം പറഞ്ഞു തന്നാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സൈൻ 2π + x എന്താണ്? കോസ് 2π - x എന്താണ്? ടാൻ π - x എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ്. ടാൻ π + x എന്താണ്? ഇങ്ങനെ എത്ര പൈ ആയിക്കോട്ടെ, 2π 3π 4π ഒക്കെ വന്നോട്ടെ, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? സൈന്, കോസ്, ടാന്, അതുപോലെ തന്നെ ഏതും പറ്റും കേട്ടോ. ഏത് പൈയിൽ നിന്നാണെങ്കിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്തായിരിക്കും? ഇതിൻ്റെ ഉത്തരങ്ങൾ സൈൻ x സൈനിൽ തന്നെയാണ് തുടങ്ങുക, കോസ് കോസിൽ തന്നെയായിരിക്കും, ടാനിൽ തന്നെയായിരിക്കും, ഈ ടാനും ടാനിൽ തന്നെയായിരിക്കും. ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് തീരുമാനിക്കാനാണ്. അതിന് നിങ്ങൾക്ക് ഈ ചിത്രം ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം, ഇവിടെയാണ് 0, ഇവിടെയാണ് π.
പൈ ഇവിടെയാണെങ്കിൽ ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്താൽ എന്ത് വരും? 2π വരും. ഇവിടെയോ 3π വരും. ഇവിടെയോ 4π വരും. ഇവിടെയോ 5π വരും. അഥവാ ഈ ഒരു പൊസിഷനിലാണ് ഓഡ് പൈകൾ വരിക, ഇവിടെയാണ് ഈവൻ പൈകൾ വരിക. ഓഡ് പയ്യും ഈവൻ പയ്യും ഈ രണ്ട് വശങ്ങളിലാണ് എന്ന്, ഈ രണ്ട് എൻഡിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരും, പോസിറ്റീവ് സിമ്പിൾ ആണെങ്കിൽ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് ചാടിയാൽ നെഗറ്റീവ്, ഇങ്ങോട്ട് ചാടിയാൽ പോസിറ്റീവ്. ഓക്കെ, അഥവാ പിന്നിലോട്ട് പോകുന്നതിന് നെഗറ്റീവ്, അഥവാ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഈ ക്വാഡ്രന്റിലായിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞു വന്നത്. പ്ലസ് ആണെങ്കിൽ നേരെ മുന്നിലെ ക്വാഡ്രന്റിലെ സിമ്പിൾ എഴുതണം. അപ്പോൾ ഇവിടെ നോക്കിയേ, 2π + x നമ്മൾ എങ്ങനെ എഴുതും? 2π ഇവിടെയാണ്, പ്ലസ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടാണ്, പ്ലസ് മുന്നോട്ടാണ്, മൈനസ് പിന്നോട്ടാണ്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടാണ്, അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2π + x. നോക്കുക കേട്ടോ, 2π + x ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവാണ്, കൂടെ എക്സ് എഴുതുക. ഇതുപോലെ ഇതും cos x tan x തന്നെയാണ്, പക്ഷേ അതിൻ്റെ സിമ്പിളാണ് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ cos 2π - x, 2πയിൽ നിന്നും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റിലാണ് എത്തുക, അവിടെ കോസ് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ്. ക്ലിയർ ആയോ? ഇതുപോലെ tan π - x എങ്ങനെ കാണും? tan π - x, tan π - x ശ്രദ്ധിക്കുക കേട്ടോ, tan π - x. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, മൈനസ് എന്ന് പറഞ്ഞാൽ പിന്നോട്ടാണ് വരുന്നത്, ഈ തേർഡ് ക്വാഡ്രന്റിലാണ് അത് വന്ന് വീഴുക. ഇവിടെ ടാൻ എന്താണ്? നെഗറ്റീവാണ്, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് എഴുതാം. tan π + x എന്ന് പറഞ്ഞാൽ ഇത് മുന്നോട്ടാണ് വരുന്നത്, അപ്പം അത് തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഇതെന്താണ്? തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവാണ്, ASTC നിങ്ങൾക്കറിയാലോ, ASTC നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ എന്തായിരിക്കും സൈൻ പൈ + x വരിക? പൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, അടുത്തൊരു ട്രയാങ്കിൾ ഇത് ഞാൻ വരയ്ക്കാം. പൈ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്, അത് ഇവിടെയാണ്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പ്ലസ് എന്ന് പറയുക, അത് തേർഡ് ക്വാഡ്രന്റിലാണ്. ASTC പ്രകാരം ഇവിടെ സൈൻ നെഗറ്റീവാണ്, അപ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയല്ലോ? ഈ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. അപ്പം മക്കളെ ഒന്ന് നോക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, ഒരു എക്സാമ്പിള്. യെസ്, നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, യെസ്, അതായത് ഈ ടി കൊണ്ട് ഉദ്ദേശിച്ച ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ കോസ് ടാൻ കൊസിക്ക് സീക്ക് ഏതായിക്കോട്ടെ, എൻ പൈയിൽ നിന്നാണ് പ്ലസ്സോ മൈനസോ വരുന്നതെങ്കിൽ പ്ലസ്സോ മൈനസോ ആയിരിക്കും, അതേ ഫംഗ്ഷൻ തന്നെ എഴുതണം. പക്ഷേ അതിൻ്റെ സൈൻ എന്ത് ചെയ്യും? ക്വാഡ്രന്റ് നോക്കിയിട്ട് നമ്മൾ കണ്ടെത്തണം. അപ്പം ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഈ രൂപത്തിലായിരിക്കും. നോക്കുക മക്കളെ, സൈൻ 210 ഡിഗ്രി, സൈൻ 210 ഡിഗ്രി എന്താണ്? ശ്രദ്ധിക്കുക കേട്ടോ, സൈൻ 210 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് നോക്കിക്കോളൂ കേട്ടോ, ഈ 210നെ നമുക്ക് 180ൻ്റെ അടുത്താണോ നോക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാനിങ്ങനെ പറയാം. ഇപ്പം പൈ എന്ന് പറഞ്ഞാൽ 180 അപ്പോൾ 2 പൈ എന്ന് പറഞ്ഞാൽ 360 3 പൈ എന്ന് പറഞ്ഞാൽ 540 4 പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു അതങ്ങനെ കിട്ടുക, ഇത് 2 ഇൻറ്റു 180, ഇത് 3 ഇൻറ്റു 180, ഇത് 4 ഇൻറ്റു 180 ചെയ്താൽ 720 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ നമ്മൾ ഇതിൽ ആരുടെ അടുത്താണ് തന്നിരിക്കുന്ന ആംഗിള്? സൈൻ 210 എന്ന് പറയുന്നത് 180ൻ്റെ അടുത്താണ്. അപ്പോൾ 180നോട് 30 കൂട്ടിയാൽ എന്ത് ചെയ്യും? 180നോട് 30 കൂട്ടുക, അപ്പോൾ നമുക്ക് 210 കിട്ടും. ഈ 210നെ ഞാൻ 180 + 30 എഴുതി അല്ലേ? അപ്പോൾ ഞാൻ നോക്കൂ, ഈ ക്വാഡ്രന്റ് വരച്ചു. ഈ പൈ എന്ന് പറയുന്നതാണ് എന്ത്? 180, അതിനോടുകൂടി പ്ലസ് ആണ് എനിക്ക് കിട്ടിയത് അല്ലേ? അപ്പോഴല്ലേ 210 കിട്ടൂ. ഈ പ്ലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നോട്ടൊന്ന് ചാടുക. മുന്നോട്ട് ചാടുമ്പോൾ എത്തുന്നത് എവിടെയായിരിക്കും? തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. ഈ തേർഡ് ക്വാഡ്രന്റിൽ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക മക്കളെ, തേർഡ് ക്വാഡ്രന്റിൽ സൈനിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് സൈന് എക്സിന് പകരം 30 കേട്ടോ. ഈ 180നെ ഒഴിവാക്കി 30 നമുക്ക് എഴുതാം, സൈൻ 30 എഴുതാം, പക്ഷെ അത് നെഗറ്റീവാണ്.
സൈൻ 30 നേരത്തെ റിസൾട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈൻ 30 എന്താണ് 1/2 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരും? നെഗറ്റീവ് 1/2 എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയല്ലോ മക്കളെ? എന്തുകൊണ്ടാണ് 180നോട് 30 കൂട്ടിയാൽ അത് തേർഡ് ക്വാഡ്രന്റിലാണ് വരിക, നേരെ മുന്നിലുള്ള ക്വാഡ്രന്റാണ് നമ്മൾ എടുക്കുക. ക്ലിയർ ആയല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദേ ഇവിടെ നോക്കൂ, ഇത് കോസ് 335 അല്ല മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ 365 ആട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. 335 അല്ല, നോക്കാം നമുക്ക്. കോസ് 315 എന്താണ്? കോസ് 315 ഡിഗ്രി എന്നാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഞാൻ കറക്റ്റ് ചെയ്തതാണ്. എടാ, ഈ 315 അടുത്ത് ആരാളുള്ളത്? 360 അല്ലേ? 360 നിന്ന് 45 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് 315 കിട്ടൂലേ? 360 നിന്ന് 45 പോയാൽ. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് 0, ഇവിടെയാണ് 180, ഇവിടെയാണ് 360 അഥവാ 2π വരിക. ഇനി അടുത്ത 3π വരുമ്പം അത് 540 ഇവിടെ വരും. അപ്പം നോക്കിയ മക്കളെ, ഈ 360 നിന്ന് മൈനസാണ് പറയുന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. കോസ് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എഴുതാം, കോസ് 360 നിന്ന് എക്സ് കുറച്ചാൽ അത് കോസ് എക്സിന് തന്നെ തുല്യമാണ്. അപ്പോൾ 360 നിന്ന് 45 കുറച്ചാൽ എക്സിന് പകരം 45 അത് കോസ് 45 എന്ത് വരുന്നു? കോസ് 45 1/√2 ആണ് എന്ന് നമ്മൾ നേരത്തെ ട്രയാങ്കിളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? യെസ്. അപ്പം നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇച്ചിരി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. ടാൻ 765 ഡിഗ്രി കണ്ടെത്തണം. ഓക്കെ, ടാൻ 765 ഡിഗ്രി കണ്ടെത്തണം. യെസ് മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ടാൻ 765 ഡിഗ്രി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഞാനിങ്ങനെ എഴുതി നോക്കി, 180 ആണ് അല്ലേ? 180 ആണ്. 1π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി 360 ആണ്. 3π എന്ന് പറഞ്ഞാൽ 3 ഗുണം 180 ആണ്. അപ്പോൾ 540 കിട്ടും. 4π എന്ന് പറഞ്ഞാൽ 4 ഗുണം 180 ആണ്. അപ്പം 720 കിട്ടും അല്ലേ? അപ്പം ഈ 765 ഏകദേശം ആരോട് അടുത്താണ്? 720നോട് അടുത്താണ്. അപ്പം 720 എന്ന് പറഞ്ഞാൽ 2 ഗുണം എന്താണ്? 360 എന്ന് വേണമെങ്കിൽ പറയാം. 2 ഗുണം 360, അല്ലെങ്കിൽ നമുക്ക് പറയാം 4 ഗുണം 180. അപ്പം ഇതിനെ ഞാനിതാ ഇത് കാണിച്ച പോലെ അല്ലാതെ തന്നെ എഴുതുകയാണെങ്കിൽ ടാൻ 765 ഡിഗ്രിയെ നോക്കൂ മക്കളെ, ടാന് എന്താണ്? 720 എന്ന് എന്ത് പോയതാണ്? 720നോട് 45 കൂട്ടിയതാണ് അല്ലേ? അപ്പോഴല്ലേ 65 കിട്ടൂ. 20നോട് 45 കൂട്ടിയാൽ 65. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് 720 ആണ്. അതെന്താണ്? 720 45. 720 എന്താണ്? 4π. അപ്പം നമുക്ക് ഇങ്ങനെയും അത് മനസ്സിലാക്കാം, 4π + 45 അങ്ങനെയും അത് മനസ്സിലാക്കാം അല്ലേ? അപ്പം നമ്മൾ വരയ്ക്കുന്നു. ഇത് 0, ഇത് π അഥവാ 180. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2π, ഇവിടെ 3π, ഇവിടെ 4π. ഇതാണ് 4π. ഈ ആക്സിസ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാടുന്നത് കേട്ടോ. എങ്ങോട്ടാണ് ചാടുന്നത്? മുന്നോട്ടോ പിന്നോട്ടോ? പ്ലസ് ആയതുകൊണ്ട് മുന്നോട്ട് ചാടിയാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലെത്തും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവാണ്. അപ്പം ടാനും പോസിറ്റീവാണ്. അപ്പം ഇത് ഇനി വേണ്ട, ആ എക്സിൻ്റെ പൊസിഷനിലുള്ള 45 മാത്രം മതി. ടാൻ 45 1 ഡിഗ്രിയാണ്. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ക്ലിയർ ആയല്ലോ? സോ ഇതാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ്. അടുത്തത് നമുക്ക് ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊന്ന് നോക്കാം. യെസ്, ശ്രദ്ധിച്ചോളൂ മക്കളെ, ശ്രദ്ധിച്ചോളൂ. യെസ്, ശ്രദ്ധിക്കുക. കോസ് ശ്രദ്ധിക്കുക കേട്ടോ. കോസ് -3π/4 ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് കോസ് നെഗറ്റീവ് തീറ്റ വന്നാൽ നെഗറ്റീവിനെ നമുക്ക് ദൂരെ എടുത്തിട്ട് കളയാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ് നെഗറ്റീവ് തീറ്റ കോസ് തീറ്റയാണ്. കോസ് നെഗറ്റീവ് തീറ്റ കോസ് തീറ്റയാണ്. ഞാൻ ആ നെഗറ്റീവിനെ എടുത്തിട്ട് ദൂരെ കളഞ്ഞു, 3π/4. കാരണം കോസ് നെഗറ്റീവ് തീറ്റ ഇതാണ് ഈ സ്റ്റെപ്പിൽ സംഭവിച്ചത്. ഇനി ഈ പയ്യിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ?
നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം. ഈ 3π/4നെ നമുക്ക് ഈ 2π - x 2π അല്ലെങ്കിൽ 3π എന്നുള്ളൊക്കെ രൂപത്തിൽ എഴുതണം, അല്ലെങ്കിൽ π മൈനസ് ഈ രൂപത്തിലൊക്കെ ആക്കി മാറ്റാനുള്ള വിദ്യയാണ് ഈ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ അകത്തുള്ള 3π/4 എടുക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 ആണല്ലോ ഉള്ളത്. അപ്പോൾ ഈ 4 ഉപയോഗിച്ച് കൊണ്ട് 3πനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് എഴുതുക. അപ്പം 4ൽ നിന്നും 3 എത്താൻ നിങ്ങൾ എന്താ ചെയ്യുക? 4ൽ നിന്ന് 3ലോട്ട് എത്താൻ നിങ്ങൾ 1 കുറച്ചാൽ പോരെ. അപ്പം 4πന്ന് 1 പൈ കുറച്ച് കഴിഞ്ഞാൽ 3π അല്ലടാ, 3π കിട്ടാൻ അങ്ങനെ ചിന്തിക്കുക. താഴെയുള്ള ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്താൽ ഈ ഉത്തരം കിട്ടും? അപ്പം 4ൽ നിന്ന് 3 പോയാൽ 1 അപ്പം 4ൽ നിന്ന് 1 പോയാൽ 3. ക്ലിയർ അല്ലേ? അപ്പം 4നെ 3 ആക്കാൻ 1 കുറക്കുക. അപ്പം 4πയിൽ നിന്ന് 1π കുറച്ചാൽ 3π കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടി. അഥവാ ഇതിനെന്ത് ചെയ്യാം? കോസ് ഈ 3πനെ 4πന്ന് 1 കുറച്ച് എഴുതി, അഥവാ 1π കുറച്ച് എഴുതി. എങ്ങനെ കിട്ടി? ഇനി നമുക്ക് ഭിന്നസംഖ്യകളെ കുറിച്ച് അറിയാം. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ നോക്കൂ, ഇതിന് 2 ആയിട്ട് മുറിക്കാലോ. അപ്പോൾ 2 ആയിട്ട് മുറിച്ചു. എന്ത്? ഈ നെഗറ്റീവ് ഉപയോഗിച്ചിട്ട് ഇത് 2 പേർക്കും കൊടുത്തു. 4ഉം 4ഉം വെട്ടി അല്ലേ? അപ്പം അത് മുറിച്ച് എഴുതാം. കോസ് 4π/4 മൈനസ് 1π/4. ഇത് രണ്ടും തട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് എന്ത് കിട്ടും? π മൈനസ് π/4. ഇനി ഈ π മൈനസ് π/4 ഏതാണ്? നോക്കടാ, ഇതല്ലേടാ പൈ ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് പിന്നിലോട്ട് യാത്ര ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് വരിക. അപ്പോൾ ഇത് എവിടെ കിടക്കും? സെക്കൻഡിൽ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കോസ് നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒരു നെഗറ്റീവ് വരും. എന്താണ്? നെഗറ്റീവ് കോസ്. പൈ വേണ്ട, കൂടെയുള്ള ആളെ എടുത്താൽ മതി, അഥവാ π/4. അപ്പോൾ നെഗറ്റീവ് 1/√2 വരും. കാരണം കോസ് π/4 1/√2 ആണ്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന് ഈ രൂപത്തിൽ ചെയ്തെടുത്തത്. ഇസ് ഇറ്റ് ക്ലിയർ? മക്കളെ, ക്ലിയർ ആയല്ലോ? സോ ഇങ്ങനെ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വെരി എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റിസൾട്ടുകളാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുക. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം? ആ റിസൾട്ടുകളെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. അടുത്ത ക്ലാസ്സിന് മുന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് ആ റിസൾട്ടുകൾ പഠിച്ചു വരണം. നമ്മുടെ AI ക്ലാസ്സുകളിൽ റിസൾട്ട് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ചെയ്യാം. അപ്പം അതിന് മുന്നേ ആയിട്ട് മക്കൾ എന്ത് ചെയ്യണം? ആ ഒരു റിസൾട്ടുകൾ കംപ്ലീറ്റ് പഠിച്ചു വരണം. റിസൾട്ടുകളില്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് റിസൾട്ട് ഒന്ന് കാണിക്കാം. യെസ് മക്കളെ, ഇനി നമുക്ക് കുറച്ച് റിസൾട്ടുകളാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളാം. നമുക്ക് കുറച്ച് റിസൾട്ടുകളാണ്. ഒന്നാമത്തതാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് കോമ്പൗണ്ട് ആംഗിൾസ്. ശ്രദ്ധിക്കുക മക്കളെ. സൈൻ ഓഫ് A + B എന്താണ്? സൈൻ A cos B + cos A സൈൻ B അല്ലേ? സൈൻ സി ആണ് തുടങ്ങുന്നത്. അപ്പം സി കോ സി എന്ന് മനസ്സിലാക്കിയാൽ മതി. സി തുടങ്ങിയാൽ സി കോ സി. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്, അത് മൈനസ് ആണെങ്കിൽ മൈനസ്. അപ്പോൾ സൈൻ A + B എന്ന് വായിച്ചു നോക്കിയേ. സൈൻ A cos B + cos A സൈൻ B. സൈൻ A - B എന്താണ്? സൈൻ A cos B - cos A സൈൻ B. അടുത്തത് cos A + B എന്താണ്? cos A cos B - sin A sin B. cos A - B എന്താണ്? cos A cos B + sin A sin B. അപ്പം കോസിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? കോ സി പാടിക്കോട്ടോ. കോല് തുടങ്ങിക്കഴിഞ്ഞാൽ കോ സി അല്ലേ? കോ ആയതുകൊണ്ട് നമ്മൾക്ക് അത്ര ഒരു ഭംഗിയില്ല. അതുകൊണ്ട് അയാൾ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ഓപ്പോസിറ്റ് ആണ് കാണിക്കുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ്. ഓക്കെ, സോ ഈ റിസൾട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട് റിസൾട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണ് റിസൾട്ടുകൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, യെസ്. അടുത്ത് വേണ്ടത് tan A + B ആണ്. tan A + tan B/1 - tan A tan B. tan A - B ആണ്. tan A - tan B/1 + tan A tan B. അടുത്തത് ഇതും ഇമ്പോർട്ടൻ്റ്. tan π/4 + തീറ്റ. ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നിർമ്മിക്കുന്നത്. ആ എയുടെ പൊസിഷനിൽ എന്ത് വരും? tan π/4 വരും. tan π/4 1 ആണ് + tan തീറ്റ. ഇവിടെ 1 - tan എയുടെ സ്ഥാനത്ത് tan π/4 വരും. അപ്പോൾ 1 × ബിയുടെ സ്ഥാനത്ത് തീറ്റ tan തീറ്റ. അപ്പം 1 - tan തീറ്റ.
tan pi by 4 മൈനസ് തീറ്റ ഇത് ഉപയോഗിച്ച് തന്നെ നിർമ്മിക്കുന്നതാണ് 1 മൈനസ് tan തീറ്റ ബൈ 1 പ്ലസ് tan തീറ്റ. വെരി സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ബേസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ sin 75 നമ്മൾ പഠിക്കാത്തൊരു ആംഗിളാണ് അല്ലേ. sin 75 തന്നു കഴിഞ്ഞാൽ ഈ 75നെ പഠിച്ച ആംഗിളുമായിട്ട് എങ്ങനെ എഴുതാം? യെസ്, 45നോട് കൂടി 30 കൂട്ടിയാൽ എന്താണ് ഇത് കിട്ടൂലേ? 45ഉം 30ഉം നമുക്ക് അറിയാവുന്ന വാല്യൂസ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി. നോക്കിക്കോളൂ മക്കളെ, sin 75 എന്താണ്? sin 45 പ്ലസ് 30 ആണ്. ക്ലിയർ അല്ലേ? sin 45 പ്ലസ് 30 ആണ്. അപ്പം ഇത് ഏത് രൂപത്തിലാണ് വന്നത്? sin a പ്ലസ് ബി രൂപത്തിലാണ് വന്നത്. അഥവാ സി sin a cos b, c cos c cos a sin b. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ വന്നേ നോക്കിയേ? 45 വന്നു, ബിയുടെ സ്ഥാനത്ത് 30 വന്നു. അപ്പം sin 45 cos 30, sin a cos b, cos 45 sin 30 അല്ലേ, അഥവാ cos a sin b. സോ ഇത് സോൾവ് ചെയ്യുക. sin 45 1/√2 ആണ് അല്ലേ, cos 30 √3/2 ആണ്. നേരത്തെ ഞാൻ റിസൾട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ cos 45 1/√2 ആണ്, sin 30 1/2 ആണ്. അപ്പോൾ വെരി സിമ്പിൾ ആണ്. ഇത് എങ്ങനെ ഇതായി? കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നോക്കിക്കോളൂ. ഇത് നമ്മൾ ഗുണിക്കുക എന്ന് പറയുമ്പം പരസ്പരം ഗുണിച്ചിട്ടാണ് എഴുതുക. 1 ഗുണം 3 √3 2ൻ്റെ കൂടെ 2√2 വരും, ശരിയല്ലേ? പ്ലസ് 1 ഗുണം 1 എന്താണ്? 1 തന്നെ. √2ഉം 2ഉം ഗുണിച്ചാൽ അത് 2√2 തന്നെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ സെയിം അല്ലേടാ, ഡിനോമിനേറ്റർ സെയിം അല്ലേടാ. അത് സെയിം ആണെങ്കിൽ എന്താ ചെയ്യുക? ഒരൊറ്റ ഡിനോമിനേറ്റർ മതി, മുകളിൽ ആഡ് ചെയ്ത് എഴുതുക √3 + 1. അങ്ങനെയാണ് ഈ റിസൾട്ട് വന്നത്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? അപ്പം ഇനി ബാക്കിയുള്ള ആംഗിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാക്കിയുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അത് ഒരു തവണ നന്നായി റിപ്പീറ്റ് ചെയ്ത് വരിക. അത് ബേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. മക്കളെല്ലാവരും ഓണം എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിന് മുന്നേ ആയിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. ഓക്കേടാ, താങ്ക് യു, ബൈ ബൈ, സീ യു അഗെയിൻ.